ുമ്പോൾ മരണസംഖ്യ ഉയരുന്നത് എത്ര വേഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നാളെയോടുകൂടി മാത്രമേ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകൂ എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ സാധ്യമാവുക. ഇപ്പോൾ ഏതാണ്ട് 1500 പേർ അവിടെ തെരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 700ഓളം വിവിധ സേനാ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, NDRF സേനാ അംഗങ്ങൾ, ഒപ്പം NDRF, അഗ്നിശമന സേന, പോലീസിന്റെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന വിഭാഗം, അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 700ഓളം അംഗങ്ങൾ അവിടെ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. മനുഷ്യസാധ്യമായ വിധത്തിലുള്ള തെരച്ചിൽ പ്രക്രിയ മാത്രമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. മണ്ണിനടിയിൽ എത്ര ജീവനുകൾ ആ മണ്ണിനടിയിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ കണക്ക് നമുക്കിപ്പോഴും ഇല്ല എന്നത് വലിയ ദുഃഖകരമായ ഒരു സത്യമാണ്. ഒരുപക്ഷെ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്ക ഉളവാക്കുന്നതാണ് അവിടെ നിന്നുമുള്ള വാർത്തകൾ. ഇപ്പോൾ 199 മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 225 പേരെ കാണാതായിരിക്കുന്നു. 7000ഓളം പേർ 2 ഇടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നു എന്ന വാർത്ത. 199 പേർ മരണം സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ഇതിൽ 99 പേരെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുകയാണ്. സ്വന്തമായ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഏറ്റവും ദാരുണമായ സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത്രമാത്രം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്ന സാഹചര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഉറ്റവരെയും ഉടയവരെയും തേടിയുള്ള മനുഷ്യരുടെ തേങ്ങലുകൾ അത് കരളലിയിക്കുന്നതാണ്. ഇനിയും എത്ര നേരം നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം അറിയാൻ എന്നത് നമുക്ക് അറിയില്ല. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള തെരച്ചിൽ പൂർണ്ണമാകുമ്പോൾ മാത്രമേ ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി എന്ത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ സജ്ജീകരണങ്ങൾ എന്താണ്, ഇനിയും നമുക്ക് ആ ദുരന്തത്തിൻ്റെ പൂർണ്ണ വിവരം ലഭ്യമാകുന്നില്ല. അതിൽ മണ്ണിനടിയിൽപ്പെട്ടവർ ഈ അവശിഷ്ടങ്ങൾ നീക്കിയുള്ള തെരച്ചിൽ, അതിന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അത് മറികടക്കാനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ, നടപടികൾ എന്നതൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടേക്ക് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ കണ്ണൂരിൽ നിന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 17 ട്രക്കുകളിലായിട്ടാണ് ആ ഉപകരണങ്ങൾ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവിടെ പാലം നിർമ്മാണം തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വളരെ വേഗം പൂർത്തിയാക്കി രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്ത 2ാം ഘട്ടവും മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. 2 ഘട്ടങ്ങളിലായി മൊത്തം 20 മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ നിന്നും വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ഇന്ന് 24 മൃതദേഹങ്ങൾ ഇന്ന് അവിടെ കണ്ടെടുത്തിരുന്നു. ഇത് ആളുകൾക്ക് തിരിച്ചറിയുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 2 ആംബുലൻസുകളിലായിട്ടാണ് 20 മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടേക്ക് എത്തിക്കുന്നത് എന്ന വിവരം ഐഷത്തുൽ ഷംന അവിടെ നിന്ന് നൽകുകയാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നു. പക്ഷേ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. അവിടെ കോട നേരത്തെ തന്നെ പരന്നിരുന്നു. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ 1500ഓളം വരുന്ന ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ നേരിട്ടിടപെടുന്ന ആളുകൾ മുണ്ടക്കൈ ഭാഗത്താണുള്ളത്. അവിടെ അവർക്കിനി എത്ര നേരം തുടരാൻ കഴിയും എന്നത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ അവിടെ തുടരുന്നത് അവരുടെ പോലും ജീവന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും തീരുമാനം എന്നതറിയാൻ നമ്മൾ കാത്തിരിക്കണം. എൽദോ, നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു തകർന്ന മസ്ജിദിനടുത്തുള്ള കാഴ്ചയാണ്. അവിടുന്ന് മറ്റൊരു ദുഃഖകരമായ കാഴ്ച കാണാം. ഒരു നായ അതിൻ്റെ വീട് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കണം. അത് ആ ഒരു മേഖലയിൽ മുഴുവൻ അതിൻ്റെ പ്രിയപ്പെട്ടവരെ യജമാനെയൊക്കെ തേടുകയായിരിക്കാം. എന്തോ മണത്ത്
അതിനടിയിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. ഈ ദുരന്തയിടത്ത് ഇത്തരം കാഴ്ചകൾ നൽകുന്നത് ഒരു സൂചനയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ജീവൻ അതിനിടയിൽ ഉണ്ടായേക്കാമെന്ന സൂചനയാണ്. ഒരുപക്ഷെ നമുക്കറിയില്ല ഇതെന്താണെന്നുള്ളത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള നായകളുടെ സാന്നിധ്യം ഈ ദുരന്തമുഖത്ത് ഉപകാരപ്പെടുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്നിഫർ ഡോഗ്സിനെയൊക്കെ കൂടുതലായിട്ട് ഇവിടേക്ക് കൊണ്ടുവരണം ഈ ഒരു തെരച്ചിലിന് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നമുക്ക് വീണ്ടും ഈ ഒരു കാഴ്ചകളിലേക്ക് തന്നെ വരാൻ കഴിയും. അത് അവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കാഴ്ച മറയാനുള്ള സാധ്യതയുണ്ട്. ഒരു വനമേഖലയാണ്. അതിൻ്റെ ആ ഒരു വശം, കാടിൻ്റെ ഒരു വശം ഇടിഞ്ഞു വീണ്